തീരദേശ മേഖലയ്ക്ക് കരുത്തായി രാജ്യത്തെ പ്രഥമ ഫിഷറീസ് സർവകലാശാലയായ കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാലയുടെ മത്സ്യസമുദ്ര വൈജ്ഞാനിക കേന്ദ്രം ഇനി ചാവക്കാടും. NK അക്ബർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ചാവക്കാട് നഗരസഭയിലെ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ പുത്തൻകടപ്പുറം കോമ്പൗണ്ടിൽ ആരംഭിക്കുന്ന വൈജ്ഞാനിക കേന്ദ്രത്തിൽ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. മത്സ്യത്തൊഴിലാളികളും തീരദേശ നിവാസികളും തിങ്ങിപ്പാർക്കുന്ന ഗുരുവായൂർ മണ്ഡലത്തിൽ ഫിഷറീസ് സർവകലാശാലയായ കുഫോസിന്റെ ഒരു വൈജ്ഞാനിക കേന്ദ്രം തുടങ്ങണമെന്ന ആവശ്യം സാംസ്കാരിക മത്സ്യബന്ധന യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നയിച്ച തീര സദസ്സിൽ ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് MLA ആസ്തി വികസന ഫണ്ട് ചെലവഴിച്ച വൈജ്ഞാനിക കേന്ദ്രത്തിനായി കെട്ടിടങ്ങൾ നിർമ്മിച്ചതും. ഫിഷറീസ് വകുപ്പിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവിൽ കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും ഫർണിച്ചറും അനുവദിച്ചതും. മെയിൻ്റനൻസ് ഓഫ് മറൈൻ എഞ്ചിൻ, അക്വേറിയം സെറ്റിംഗ്സ് ആൻഡ് മെയിൻ്റനൻസ്, ഫിഷ് പ്രോസസിംഗ് ആൻഡ് വാല്യൂ ആഡഡ് പ്രൊജക്ട്, സീ റെസ്ക്യൂ ആൻഡ് ലൈഫ് ഗാർഡ്, മൂറിംഗ് ക്രൂ ലാസ്ക്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് തുടങ്ങിയ കോഴ്സുകളാണ് മത്സ്യസമുദ്ര വൈജ്ഞാനിക കേന്ദ്രത്തിൽ ആരംഭിക്കുന്നത്. കോഴ്സുകളുടെ വിവരങ്ങൾ www.kufos.ac.in എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെയും തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെയും നിരവധി വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുന്ന ഈ സ്ഥാപനം മത്സ്യബന്ധനത്തിലും സമുദ്ര പഠനത്തിലും ഉന്നത പഠനം സാധ്യമാക്കുന്നതിന് പുറമെ ഫിഷറീസ് മേഖലയെ അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തുന്നതിനായി മത്സ്യബന്ധന സമുദ്ര പഠനങ്ങളിൽ പ്രൊഫഷണലായും സാങ്കേതികമായും കഴിവുള്ള യുവതലമുറയെ സൃഷ്ടിക്കുക കൂടിയാണ് ചെയ്യുന്നത്. കേരള പ്രണാമ ന്യൂസ്, തൃശൂർ.